നമസ്കാരം. സംസ്ഥാന സർക്കാരിനെതിരെ പച്ച കള്ളങ്ങൾ പ്രചരിപ്പിച്ചും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചും എങ്ങനെ റേറ്റിംഗ് ഉയർത്താം, എങ്ങനെ ഒന്നാം സ്ഥാനത്തെത്താം എന്ന ചിന്തയിലാണ് നമ്മുടെ മാധ്യമങ്ങൾ. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടും ഒരു വലിയ പച്ചക്കള്ളം, ഒരു പെരുങ്കള്ളം കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ പുറത്തുവിട്ടു. വയനാട് ദുരന്തമുഖത്ത് സർക്കാർ ചിലവാക്കിയ തുക എന്ന മട്ടിൽ ഒരു വ്യാജ പ്രചരണമാണ് മാധ്യമങ്ങൾ നടത്തിയത്. അതിൻ്റെ കണക്കുകൾ കോടതിക്ക് സമർപ്പിച്ചു എന്ന അടിസ്ഥാനരഹിതമായ വാർത്ത പല പ്രമുഖ മാധ്യമങ്ങളും പ്രചരിപ്പിക്കുന്ന സാഹചര്യമുണ്ടായി. എസ്റ്റിമേറ്റും അതുപോലെ തന്നെ എക്സ്പെൻഡിച്ചറും എന്താണെന്ന് നമ്മുടെ മാധ്യമങ്ങൾക്ക് അറിയാത്തതാണോ, അല്ലെങ്കിൽ അറിഞ്ഞിട്ടും അറിയാത്ത ഭാവം നടിക്കുന്നതാണോ എന്ന് തോന്നിപ്പോവുകയാണ്. എക്സ്പെൻഡിച്ചറിനെ കുറിച്ചല്ല, എസ്റ്റിമേറ്റിനെ കുറിച്ചാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത്. പക്ഷേ അത് എക്സ്പെൻഡിച്ചറാണ് എന്ന മട്ടിൽ മാധ്യമങ്ങൾ അങ്ങ് റിപ്പോർട്ട് ചെയ്തു. എന്താണ് സത്യാവസ്ഥ? ആദ്യം തന്നെ അവരുടെ വ്യാജ വാർത്ത, ഒരു അടിസ്ഥാനരഹിതമായിട്ടുള്ള വാർത്ത, ആദ്യം മനോരമയുടെ ഒരു വാർത്ത വായിച്ചിട്ട് ശേഷം നമുക്ക് വസ്തുത പരിശോധിക്കാം. തലക്കെട്ട് ഇങ്ങനെയാണ്: 359 മൃതദേഹങ്ങൾ, ചിലവ് 2.7 കോടി, വസ്ത്രങ്ങൾക്ക് 11 കോടി, വയനാട്ടിൽ ചെലവിട്ട കണക്ക് വിശദീകരിച്ച് സർക്കാർ. തലക്കെട്ടിലെ ഒരു കുത്തിത്തിരിപ്പും വ്യാജ വാർത്താ സ്റ്റൈലും ഒക്കെ നമുക്ക് ഇതിൽ വ്യക്തമായി തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. കൊച്ചി: വയനാട് ദുരന്തത്തിൽ മരിച്ച 359 പേരുടെ മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിന് ചെലവായത് 2,76,70,75,000 രൂപ. ഒരു മൃതദേഹം സംസ്കരിക്കുന്നതിന് 75,000 രൂപയാണ്. ഇതനുസരിച്ച് ചെലവ് വരിക. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് ഹൈക്കോടതി സ്വമേധയെടുത്ത ഹർജിയിൽ സർക്കാർ നൽകിയ കണക്കുകളാണിത്. ഓഗസ്റ്റ് 17 റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് നിരവധി കാര്യങ്ങൾ അതിന് അകത്ത് പറഞ്ഞു പോകുന്നുണ്ട്. എന്നാൽ എന്താണ് വസ്തുത? പുറത്തു വന്നത് എക്സ്പെൻഡിച്ചർ അല്ല, എസ്റ്റിമേറ്റ് ആണ് എന്നുള്ളതാണ് ആദ്യത്തെ വസ്തുത. രണ്ടാമത്തെ കാര്യം എന്താണ്? ഇതൊരു നിവേദനമാണ്, മെമ്മോറാണ്ടമാണ്. ഇതെപ്പോഴാണ് തയ്യാറാക്കിയത് എന്ന കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് 15-ാം തീയതിയാണ് തയ്യാറാക്കുന്നത്. അതിനു മുമ്പ് നടന്ന ചില സംഭവവികാസങ്ങൾ കൂടി ജനങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. 10-ാം തീയതിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമ്മുടെ വയനാട് ദുരന്തഭൂമി സന്ദർശിക്കാൻ വേണ്ടി എത്തിയത്. അതിന് തൊട്ട് തലേ ദിവസം 9-ാം തീയതി കേന്ദ്രത്തിൽ നിന്ന് ഒരു സംഘം ഇവിടെ എത്തുന്നുണ്ട്. അവരുമായി നമ്മുടെ കേരളത്തിലെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സംഘം സംസാരിക്കുന്നുണ്ട്. അതായത് ഏതൊക്കെ ഹെഡിൽ നമുക്ക് ക്ലെയിമുകൾ ചെയ്യാൻ കഴിയും, ഏതൊക്കെ ഹെഡിൽ നമുക്ക് പരിമിതികളുണ്ട്, അതിനെക്കുറിച്ചൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയ ശേഷമാണ് ഇങ്ങനൊരു എസ്റ്റിമേറ്റ്, ഇങ്ങനൊരു നിവേദനം തയ്യാറാക്കുന്നത്. ശേഷം എന്താണ് സംഭവിക്കുന്നത്? അതായത് നമ്മളിങ്ങനൊരു നിവേദനം സർക്കാരിന് മുമ്പിലേക്ക് വെക്കുമ്പോൾ, കേന്ദ്ര സർക്കാരിൻ്റെ മുമ്പിലേക്ക് വെക്കുമ്പോൾ, ദേശീയ ദുരന്ത നിവാരണ പ്രതികരണ നിധിയിലേക്ക് വെക്കുമ്പോൾ അവർ ആദ്യം ചെയ്യുന്നത്, അതായത് ഇങ്ങോട്ടേക്ക് അയച്ചിരിക്കുന്ന സംഘം, അവർ ഒരു പഠനം, ഒരു വിലയിരുത്തലൊക്കെ നടത്തും. അതിനുശേഷം ഒരു ശുപാർശ അവർ കൊടുക്കുന്ന സാഹചര്യം ഉണ്ടാകും. ആ ശുപാർശ പഠിച്ച ശേഷമാണ് ഈ ദേശീയ ദുരന്ത നിവാരണ പ്രതികരണ നിധിയിൽ നിന്ന് സംസ്ഥാന ദുരന്ത നിവാരണ പ്രതികരണ നിധിയിലേക്ക് അവർ തുക അനുവദിക്കുന്നത്. അപ്പൊ ഇങ്ങനെ കുറച്ച് പ്രോസസ്സിങ് അതിൻ്റെ അകത്ത് കിടക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ടാണ് മാധ്യമങ്ങൾ ഇല്ലാത്ത പച്ചക്കള്ളം പ്രചരിപ്പിക്കുന്നത്. അതായത് കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് ഏതൊക്കെ കാര്യങ്ങൾ, എന്തൊക്കെ ക്ലെയിം ചെയ്ത് എത്രയൊക്കെ ഒരു സഹായം നമ്മുടെ ഈ വയനാട്ടിലെ ജനതയ്ക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റുമെന്ന് കേരള സർക്കാർ ആലോചിച്ച് അത്തരം കാര്യങ്ങളിൽ പല രീതിയിലുള്ള തയ്യാറെടുപ്പുകൾ നടത്തുമ്പോഴാണ് അതിനെയൊക്കെ മറ്റു രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് ജനങ്ങളിൽ തെറ്റിദ്ധാരണ പടർത്തുന്ന രീതിയിൽ മാധ്യമങ്ങൾ വ്യാജ വാർത്ത പടച്ചുവിടുന്നത്. നമുക്കറിയാം എത്ര ദിവസമാണ് ഈ ഒരു നമ്മുടെ അവിടെ നടന്ന രക്ഷാപ്രവർത്തനം നീണ്ടു നിന്നതെന്നൊക്കെ നമുക്കറിയാവുന്നതാണ്. അപ്പൊ അതിന് എത്ര രൂപ ഏകദേശം വരും എന്ന കണക്കാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ഇത്ര രൂപ ചെലവിട്ടു, ഇത്ര രൂപ വന്നു എന്നൊന്നും അല്ല അതിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ എന്ന മട്ടിലാണ്, ഇതൊരു എക്സ്പെൻഡിച്ചർ ആണെന്ന മട്ടിലാണ് മാധ്യമങ്ങളൊക്കെ ഇത് പ്രചരിപ്പിച്ച് കണ്ടത്. നമുക്കറിയാമല്ലോ 2018 നമ്മുടെ കേരളത്തിൽ വലിയൊരു മഹാപ്രളയം ഉണ്ടായപ്പോൾ അന്ന് എയർഫോഴ്സ് ഇവിടെ വന്ന കാഴ്ച ആരും മറന്നു കാണില്ല. അവർ ഒരുപാട് സഹായങ്ങളൊക്കെ നമുക്ക് ചെയ്തു. എന്നിട്ട് എന്താണ് സംഭവിക്കുന്നത്? 2019 നമുക്കൊരു ബില്ല് തന്നു. ദുരന്ത നിവാരണ അതോറിറ്റിയിൽ നിന്ന് ലഭിച്ച കണക്കുകൾ പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് 102 കോടി രൂപയാണ് നമുക്ക് തിരിച്ചടക്കേണ്ടി വന്നത്. ഇതിനിടയിൽ കേന്ദ്രം അരിയൊക്കെ തന്നിരുന്നു. അങ്ങനെ ഭക്ഷണ സാധനങ്ങൾക്ക് നമുക്ക് ബില്ലടയ്ക്കേണ്ട സാഹചര്യവും ഉണ്ടായി. അത് 2020 നമുക്ക് ആ ബില്ല് വരുന്നത്. അപ്പോൾ എത്ര വൈകിയാണ് അത്തരത്തിലുള്ള ബില്ലുകൾ വരുന്നതെന്ന് ആലോചിച്ച് നോക്കും. അപ്പോൾ ഇതൊക്കെ നമ്മുടെ എസ്റ്റിമേറ്റിന്റെ ഭാഗമായി ഇങ്ങനെ ഒന്ന് കൊടുക്കുമ്പോൾ ഇതൊക്കെ ഈ ഒരു ദുരന്തത്തെ വിറ്റ് സർക്കാരിന് പുട്ടടിക്കാൻ വേണ്ടിയുള്ള ചില തന്ത്രങ്ങളാണെന്ന മട്ടിൽ മാധ്യമങ്ങൾ മെനഞ്ഞെടുത്ത് വാർത്ത ചെയ്യുന്നത് കാണുമ്പോൾ സത്യത്തിൽ മാധ്യമങ്ങളോട് തോന്നുന്നത് പുച്ഛവും വെറുപ്പും മാത്രമാണ്. ഇത്തരത്തിൽ അടിസ്ഥാനരഹിതമായ ഒരു വാർത്ത കൊടുത്തതുകൊണ്ട് ആർക്കാണ് ഗുണം കിട്ടിയിരിക്കുന്നത്?
ഒരുപക്ഷെ അല്പനേരത്തേക്കെങ്കിലും നിങ്ങളുടെ റേറ്റിംഗ് ഒന്ന് ഉയർന്നിട്ടുണ്ടാകാം. എന്നാൽ ഉപജീവന മാർഗത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു അതിജീവനത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ആ വയനാട് ജനതയോട് എത്ര വലിയ ക്രൂരതയാണ് നിങ്ങൾ ചെയ്തത്. നമുക്കറിയാം, കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് പലപ്പോഴും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു സഹായവും ഇതുവരെ ലഭിച്ചിട്ടില്ല. അപ്പോൾ അത്തരത്തിലുള്ള സഹായങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടി നമ്മൾ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെയൊക്കെ ശിഥിലമാക്കുന്ന രീതിയിൽ വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ചുകൊണ്ട് നമ്മുടെ മാധ്യമങ്ങൾ എത്തരത്തിൽ ഒരു മലിനസമായ പല റിപ്പോർട്ടിങ്ങുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പോലും പണം ലഭിക്കരുത്, അങ്ങനെ ലഭിക്കാൻ പാടില്ല എന്ന ചില അജണ്ടകളല്ലേ ഇതിന് പിന്നിൽ എന്ന് തോന്നിപ്പോവുകയാണ്. ഒരിക്കലും വയനാട് ജനത അതിജീവിക്കരുത് എന്ന ഒരു അജണ്ടയാണോ മാധ്യമങ്ങളുടേത് എന്ന് പോലും തോന്നിപ്പോവുകയാണ്. നമ്മൾ ഇത്തരത്തിലുള്ള സമീപനങ്ങൾ പലപ്പോഴും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നാണ് കാണാറുള്ളത്. ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുമോ എന്ന ചോദ്യങ്ങൾ ഉയർന്നപ്പോൾ പോലും ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുമെന്നോ, വയനാട്ടിലെ ജനതകൾക്ക് അവിടെ ദുരന്തം അനുഭവിക്കുന്ന ആളുകൾക്ക് ഒരു കേന്ദ്രത്തിന്റെ പ്രത്യേക പാക്കേജ് നൽകാമെന്നോ ഇതുവരെ കേന്ദ്രം പറഞ്ഞ് നമ്മൾ കേട്ടിട്ടേയില്ല. ഇപ്പോഴാ അവരുടെ കഞ്ഞിയിൽ കല്ലുവാരിയിടുന്ന രീതിയിൽ മാധ്യമങ്ങൾ ഒരു വ്യാജ വാർത്ത പ്രചരിപ്പിച്ചിരിക്കുന്നു. വലിയ തെറ്റിദ്ധാരണ വളർത്തുന്ന ഒരു വാർത്തയാണ്. ഇന്നലെ ഒരു പകലും രാത്രിയും ഒക്കെ ചർച്ച ചെയ്ത വാർത്ത ഇന്നു മുതൽ കാണുന്നില്ല. എന്തുകൊണ്ടാണ്? അത് തീർത്തും അടിസ്ഥാനരഹിതമായിരുന്നു എന്ന് അവർക്കും ബോധ്യപ്പെട്ടിരിക്കുന്നു. ബോധ്യപ്പെട്ടപ്പോൾ അവർ പുതിയ പല വാർത്തകളുടെ പുറകെ പോവുകയാണ്. ഒരു റിക്വസ്റ്റ് മാത്രമേ കിട്ടൂ, ദയവ് ചെയ്ത് ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ചുകൊണ്ട് അവരെ ഉപദ്രവിക്കരുത് എന്ന് മാത്രമേ പറയാറുള്ളൂ. വയനാടിൽ വലിയ ദുരന്തമുണ്ടായപ്പോൾ പലരും അവിടെ പോയി മാരത്തോൺ ലെവലിൽ വാർത്ത റിപ്പോർട്ട് ചെയ്തപ്പോഴേ അന്നേ ഞാൻ പറഞ്ഞതാണ്, ഇത് ഈ നാടിനോടുള്ള പ്രതിബദ്ധതയല്ല, റേറ്റിംഗ് ഉയർത്താൻ വേണ്ടിയുള്ള വെറും കാപ്പട്യം മാത്രമാണ്. എങ്ങനെയെങ്കിലും എന്ത് കാണിച്ചും റേറ്റിംഗ് ഉയർത്തുക, ഒന്നാമതെത്തുക, അതിനുവേണ്ടി എന്തും കാണിക്കും. അതിനുശേഷം തെറ്റാണെന്ന് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ഖേദം പ്രകടിപ്പിക്കും. ഖേദം പ്രകടിപ്പിച്ചാൽ എല്ലാമായോ? ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പ് എന്താണ് അതിന്റെ വാസ്തവം എന്ന് കണ്ടെത്തി അത് റിപ്പോർട്ട് ചെയ്താൽ ഈ ഖേദം, ഈ മാപ്പ് എന്ന വാക്ക് ഒഴിവാക്കാൻ പറ്റുമല്ലോ. അപ്പോൾ എല്ലാം മനഃപൂർവ്വമാണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇന്നലെ ഈ അടിസ്ഥാനരഹിതമായ വാർത്തക്കെതിരെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഒരു പ്രസ്താവനയുണ്ടാക്കി തന്നിട്ടുണ്ട്. അതോടുകൂടി തന്നെയാണ് മാധ്യമങ്ങളൊക്കെ പതിയെ മാളത്തിലേക്ക് കയറിയത്. ഞാനതൊന്ന് വായിക്കാം. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് വിവിധ ഇനത്തിൽ ചെലവഴിച്ച തുക എന്ന തരത്തിൽ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ വസ്തുതാവിരുദ്ധമാണ്. ദുരന്തത്തിൽ അടിയന്തര അധിക സഹായം ആവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിന് മെമ്മോറാണ്ടം സമർപ്പിച്ചിരുന്നു. അതിൽ വിവിധ വിഷയങ്ങൾക്ക് ആവശ്യമായ ചെലവിന്റെ പ്രാഥമിക കണക്കുകൾ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ആ കണക്കുകളെ ദുരന്ത മേഖലയിൽ ചെലവഴിച്ച തുക എന്ന തരത്തിലാണ് മാധ്യമങ്ങൾ ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത്. ഇത് അവാസ്തവമാണ്. ദേശീയ ദുരന്ത പ്രതികരണ നിധിയുടെ മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായി തയ്യാറാക്കിയ മെമ്മോറാണ്ടത്തിലെ ആവശ്യങ്ങളെയാണ് ഇങ്ങനെ തെറ്റായി അവതരിപ്പിച്ചത്. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സഹായം നേടാനുള്ള സംസ്ഥാന സർക്കാരിന്റെ ശ്രമങ്ങൾക്ക് തുരങ്കം വെക്കുന്ന സമീപനമാണിത്. മാനദണ്ഡങ്ങൾ അനുസരിച്ച് പ്രതീക്ഷിത ചെലവുകളും വരാനിരിക്കുന്ന അധിക ചെലവുകളും അടക്കം ഉൾപ്പെടുത്തി കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ച മെമ്മോറാണ്ടമാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നൽകിയത്. ആ മെമ്മോറാണ്ടത്തെ ഉദ്ധരിച്ചുകൊണ്ട് തെറ്റായ രീതിയിൽ സംസ്ഥാന സർക്കാർ കണക്കുകളും ബില്ലുകളും പെരുപ്പിച്ചു കാട്ടിയെന്നും മറ്റുള്ള പ്രചാരണമാണ് നടക്കുന്നത്. ഇത് സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങൾക്കെതിരാണ്. വയനാടിന്റെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനം ആവിഷ്കരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളെ തകർക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. ദുരന്തബാധിതർക്ക് അർഹതപ്പെട്ട സഹായം നിഷേധിക്കാനുള്ള ഗൂഢനീക്കമായി വേണം ഇതിനെ കാണുവാൻ. ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട ഹർജിയിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പുറപ്പെടുവിച്ച ഉത്തരവിൽ കാര്യങ്ങൾ വ്യക്തമായി വിശദീകരിക്കുന്നുണ്ട്. ഉത്തരവിന്റെ 5-ാം പേജിൽ പറയുന്നത് ഇങ്ങനെയാണ്, അത് മലയാളത്തിൽ പരിഭാഷപ്പെടുത്തി പറയാം. അതായത് SDRF മാനദണ്ഡം അനുസരിച്ച് തയ്യാറാക്കിയ അസസ്മെന്റ് ചൂരൽമല ദുരന്തത്തിൽ ആകെ ചെലവഴിച്ച തുകയോ നഷ്ടമോ അല്ല. കേന്ദ്ര സർക്കാർ തയ്യാറാക്കിയ ദുരന്ത നിവാരണ നിയമം അനുസരിച്ച് കേരളത്തിന് ക്ലെയിം ചെയ്യാവുന്ന തുകയുടെ ഏകദേശ കണക്കാണ് എന്നാണ്. മെമ്മോറാണ്ടം എന്നത് ഒരു ദുരന്ത ഘട്ടത്തിൽ അടിയന്തര സഹായത്തിനായി പ്രാഥമിക കണക്കുകളുടെയും തുടർന്നുകൊണ്ടിരിക്കുന്ന രക്ഷാപ്രവർത്തനം ഉൾപ്പെടെയുള്ള ചെലവുകൾ സംബന്ധിച്ചുള്ള പ്രതീക്ഷിത കണക്കുകളുടെയും അടിസ്ഥാനത്തിൽ തയ്യാറാക്കി സമർപ്പിച്ചിട്ടുള്ളതാണ്. ഇത് ചിലവഴിച്ച തുകയുടെ കണക്കുകളല്ല, ശ്രദ്ധിക്കണം. മറിച്ച് ദുരന്തമുണ്ടായ പ്രദേശത്തെ രക്ഷാപ്രവർത്തനവും പുനരധിവാസവും ഉൾപ്പെടെ മുന്നിൽ കണ്ട് തയ്യാറാക്കിയ നിവേദനമാണ്. വസ്തുത ഇതായിരിക്കെ തെറ്റായ വാർത്ത നൽകിയ മാധ്യമങ്ങൾ അത് തിരുത്താൻ തയ്യാറാകണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര ക്രൂരമായ വാർത്ത അതാണ് ഈ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചത്. വയനാട് ദുരന്തത്തിൽ ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട, ഉപജീവനം മാർഗം നഷ്ടപ്പെട്ടവരോട് ഇത്തിരിയെങ്കിലും സ്നേഹവും കരുണയും മനുഷ്യത്വവും നിങ്ങൾക്കുണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾ ഈ വ്യാജ വാർത്ത പ്രചരിപ്പിക്കുമായിരുന്നു. എന്തായാലും ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകളൊക്കെ പുറത്തു വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ഞങ്ങളെപ്പോലുള്ള ചില മാധ്യമ പ്രവർത്തകരും ഇവിടെ ഉണ്ട് എന്ന് ഈ അധാർമിക മാധ്യമ പ്രവർത്തനം നടത്തുന്ന ആളുകളെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. എപ്പോഴും ഗീബൽസ്യൻ തന്ത്രങ്ങൾ ജയിക്കും എന്ന് വിശ്വസിക്കരുത്. ഒരു നുണ ഇങ്ങനെ മൊത്തം ലോകം മുഴുവൻ കറങ്ങി വരുമ്പോഴത്തേക്കും
സത്യം ചെരുപ്പിട്ട് വരാൻ വൈകും എന്ന വല്ല ധാരണയും നമ്മുടെ മാധ്യമങ്ങൾക്കുണ്ടെങ്കിൽ കാലമൊക്കെ മാറി. ഇപ്പോ നുണ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ചെരുപ്പിട്ട് സത്യത്തിന് ഓടാൻ ഒരു മടിയുമില്ല എന്നുകൂടി പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.